അപ്പൊ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് വന്ന് ഹോട്ട് സ്റ്റാൻസ്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്ന നാട്ടിൽ നിന്ന് ഗോവിന്ദ ഗുരുക്കളുടെ നിന്ന് പഠിച്ചോണ്ട് വരായിരുന്നു. അയാളോട് വെറുതെ ഇരിക്കരുത്. ഭരതനാട്യം അല്ല, അതല്ല. ഇതിങ്ങനെ നിൽക്കുക. അപ്പൊ മുട്ടെന്തിനാ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ മൂവ് ചെയ്ത് ഹോട്ട് സ്റ്റാൻസിനകത്ത് ചേംബർ യുവർ ഹാൻഡ് എന്ന് പറയും. ചേംബറിങ്, ബുള്ളറ്റ് ഒക്കെ ചേംബർ ചെയ്യല്ലേ ഗണ്ണിനകത്ത്. യു ചേംബറിങ് യുവർ ഹാൻഡ്. ഇവിടെ നിന്നാണിത് പോകുന്നത്, ബുള്ളറ്റ് പോലെയാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പം ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി പോകണം. ഇങ്ങനെ പോയിട്ട് അതെ, ഞാൻ 2 എണ്ണം അല്ല, അതിൽ കൂടുതൽ താങ്ങും കേട്ടോ. എനിക്ക് എന്തായാലും 1 എണ്ണം മതി, അത് തന്നെ ധാരാളം. ബ്രിഡ്ജ് ഓഫ് ദി നോസ്, അല്ലെങ്കിൽ ചിൻ, അല്ലെങ്കിൽ പിന്നെ സ്ട്രൈക്ക് ആണെങ്കിൽ ഇത് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാം. ഇവിടെ ടെമ്പിൾ എന്ന് പറയും. ഇതൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. പിന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യും. വിൻ പൈപ്പ് ബ്രേക്ക് ചെയ്യും. സോ യു കനോട്ട് ബ്രീത്ത്. ഞാനൊക്കെ ചെയ്യുന്ന വെച്ചാൽ എന്റെ സ്റ്റൈലില് സ്വല്പം ഇങ്ങനെ ഈ ഒരു പൊസിഷൻ കൊടുത്തിട്ട് നിൽക്കുള്ളൂ. വിൻ പൈപ്പ് ഓപ്പൺ ആയിട്ട് കൊടുക്കത്തില്ല. അതുപോലെ താടി കൊണ്ട് തടയാം. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൊടുക്കും. അപ്പൊ എവിടെ നിന്നെങ്കിലും എന്ത് അറ്റാക്ക് വന്നാലും ട്രൈ ചെയ്ത് നോക്കി, അറ്റാക്ക് ചെയ്ത് നോക്ക്. ഞാൻ വേണമെങ്കിൽ പറഞ്ഞൊക്കെ ഒന്നുകൂടെ നോക്കട്ടെ. നല്ല ഐഡിയ കിട്ടുന്നത് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിനു മുൻപ് ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് എല്ലാവരും ചേട്ടന് നല്ല ഇടി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. എനിക്കും അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എത്ര ഇടിച്ചാലും വേദനിക്കില്ലേ? ഇതിനകത്ത് വയറൊന്നും ഇല്ല. എനിക്ക് നാണോ ഒന്ന് കേട്ടിടത്തെ. എങ്ങനെയാ ഇടിക്കട്ടെ? എത്ര ഇടിച്ചാലും വേദനിക്കില്ല, ഭയങ്കര ശക്തമായിട്ട് ഇടിച്ചാലും. വേദനയുണ്ട്, സത്യമായിട്ട് പറയാം. ചെറിയ വേദനയെങ്കിലും ഇല്ലേ? സത്യം പറയട്ടെ, ചെറിയ വേദനയെങ്കിലും. എനിക്ക് ഞാൻ ഒന്നുകൂടെ ഇടിക്കട്ടെ. അമ്മച്ചി കൊള്ളാമല്ലോ വയസ്സ് കാലത്ത്. എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ ഇളക്കി തള്ളി നീക്കി. തള്ളിയ നമ്മളെ ഫ്ലെക്സിബിൾ തള്ളിയ. ഞാൻ പോയി മാറിക്കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോയി. നിങ്ങൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയില്ലേ, പിന്നെ എന്റെ കയ്യിലായിരിക്കുന്നു. മാർഷൽ ആർട്സ് പറഞ്ഞാൽ ഇത് ഒത്തിരി ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഈ കൂടി വെരി ഫ്ലെക്സിബിൾ. ചേട്ടാ എന്നെ എടുത്ത് പൊക്കൊക്കെ എറിയാനൊക്കെ നമ്മളെപ്പോഴും എതിരാളിയുടെ ബോഡി നമ്മളെപ്പോഴും യൂസ് ചെയ്യും. അതാണ് ആ ഒരു ടെക്നിക്ക്. എത്ര ഇടിക്കും? ക്ഷീണമായി. എന്താ ഇത് സത്യത്തിലൂടെ വയറുണ്ടോ? സത്യത്തിലൂടെ വയറുണ്ടോ? ഇതിനാണ് 10 പാക്ക് എന്ന് പറയുന്നത്. 6 ഒന്നും അല്ലല്ലേ?